കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പ്രത്യേകിച്ച് UK-യിൽ പഠിക്കുക എന്നത് ഒരു വലിയ സ്വപ്നമാണ്. മെച്ചപ്പെട്ട ജീവിതം, ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം, ലോകോത്തര ജോലികൾ എന്നിവയെല്ലാം പലരെയും UK-യിലേക്ക് ആകർഷിക്കുന്നു. എന്നാൽ ഈ ആകർഷണീയതയ്ക്ക് ഒരു മറുവശമുണ്ട്. പലപ്പോഴും വാർത്തകളിൽ നിറയുന്ന സന്തോഷകരമായ കഥകൾക്കപ്പുറം UK-യിൽ പഠിക്കാനെത്തുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികളും പ്രയാസങ്ങളും ഏറെയാണ്. ഉയർന്ന സാമ്പത്തിക ബാധ്യതകൾ മുതൽ തൊഴിൽ ചൂഷണം വരെ ഉൾപ്പെടുന്ന ഈ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിലെ പഠന ചെലവ് വളരെ ഉയർന്നതാണ്. ട്യൂഷൻ ഫീസ്, താമസ ചെലവ്, ജീവിത ചെലവ് എന്നിവയെല്ലാം താങ്ങാനാവാത്തതാണ്. വൻതോതിൽ വിദ്യാഭ്യാസ വായ്പയെടുത്താണ് നിരവധി വിദ്യാർത്ഥികൾ UK-യിൽ എത്തുന്നത്. ഒരു റിപ്പോർട്ട് പ്രകാരം 2024 ഡിസംബർ 31 വരെ കേരളത്തിൽ 2,57,669 വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിൽ 9,387.11 കോടി രൂപയുടെ വിദ്യാഭ്യാസ വായ്പ കുടിശ്ശികയുണ്ട്. UK-യിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ വലിയൊരു ചിത്രം ഇത് വരച്ചു കാട്ടുന്നു. ലണ്ടനിലെയും മറ്റ് വലിയ നഗരങ്ങളിലെയും താമസ ചിലവ് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. 2024-25 വർഷത്തിൽ വിദ്യാർത്ഥികളുടെ താമസത്തിനുള്ള ശരാശരി വാടക പ്രതിവർഷം 13,595 പൗണ്ടായി ഉയർന്നു. 2022-23 അപേക്ഷിച്ച് 15% വർധനവാണ് ഉണ്ടായത്. ലണ്ടനിൽ മാത്രം പ്രതിമാസം ഏകദേശം 1,211 പൗണ്ടാണ് വാടക. പല വിദ്യാർത്ഥികളും വാടക നൽകാൻ പോലും ബുദ്ധിമുട്ടുന്നു. സർക്കാർ നൽകുന്ന വായ്പകൾ യഥാർത്ഥ ജീവിത ചെലവിന് തികയാതെ വരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണം പലരും കുടുംബത്തെ ആശ്രയിക്കുകയോ അല്ലെങ്കിൽ പഠനത്തെ ബാധിക്കുന്ന രീതിയിൽ കൂടുതൽ സമയം പാർട്ട് ടൈം ജോലി ചെയ്യുകയോ ചെയ്യേണ്ടി വരുന്നു. പലപ്പോഴും വിദ്യാഭ്യാസ കൺസൾട്ടൻസികൾ നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമോ യാഥാർത്ഥ്യമോ ആയിരിക്കില്ല. UK-യിലെ ജീവിത ചെലവിനെക്കുറിച്ചും പാർട്ട് ടൈം ജോലി സാധ്യതകളെക്കുറിച്ചും തെറ്റിദ്ധാരണകൾ നൽകുന്നത് വിദ്യാർത്ഥികളെ വലിയ സാമ്പത്തിക കെണിയിലാക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥി വിസയിലുള്ളവർക്ക് ആഴ്ചയിൽ 20 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ അനുവാദമുള്ളൂ. എന്നാൽ ഈ നിയമം പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. ഉയർന്ന ഫീസും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും കാരണം നിരവധി വിദ്യാർത്ഥികൾ കൂടുതൽ സമയം ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ഇത് അവരുടെ പഠനത്തെയും ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. UK-യിൽ പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികൾ വൻതോതിലുള്ള ചൂഷണത്തിന് വിധേയരാകുന്നുവെന്ന് പരസ്യമായ രഹസ്യമാണ്. പലർക്കും കുറഞ്ഞ ശമ്പളത്തിന് മണിക്കൂറുകളോളം ജോലി ചെയ്യേണ്ടി വരുന്നു. സൂപ്പർ മാർക്കറ്റുകൾ, പെട്രോൾ പമ്പുകൾ, പബ്ബുകൾ, കെയർ ഹോമുകൾ എന്നിവിടങ്ങളിലാണ് ഇവർക്ക് കൂടുതലും ജോലി ലഭിക്കുന്നത്. മിനിമം വേതനം പോലും ലഭിക്കാത്ത സാഹചര്യങ്ങളുമുണ്ട്. ജോലി സ്ഥലത്ത് നിയമപരമായ പരിരക്ഷയില്ലാതെ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ലണ്ടനിലെ ഒരു വാർത്താ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് UK-യിൽ കെയർ വർക്കർ വിസയുമായി ബന്ധപ്പെട്ട ചൂഷണത്തിന് ഇരയാകുന്ന കുടിയേറ്റക്കാരിൽ 3.4% പേർക്ക് മാത്രമാണ് സർക്കാർ പദ്ധതികളിലൂടെ സഹായം ലഭിക്കുന്നത്. ഇത് കെയർ സെക്ടറിലെ ചൂഷണത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നു. പല വിദ്യാർത്ഥികൾക്കും പഠനം കഴിഞ്ഞ് തൊഴിൽ വിസയിലേക്ക് മാറാൻ സാധിക്കുന്നില്ല. 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വിസയുടെ കാലാവധി കഴിയുമ്പോൾ പലർക്കും UK-യിൽ തുടരാൻ സാധിക്കാതെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്നു. 2025 മെയ് മാസത്തോടെ UK ഗ്രാജുവേറ്റ് വിസ കാലാവധി 2 വർഷത്തിൽ നിന്ന് 18 മാസമായി കുറച്ചത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ സാരമായി ബാധിച്ചു. പഠനാനന്തരം മികച്ച ജോലി ലഭിക്കാത്തത് വായ്പാ തിരിച്ചടവുകളെ പ്രതികൂലമായി ബാധിക്കുകയും കുടുംബങ്ങളെ കടക്കെണിയിലാക്കുകയും ചെയ്യുന്നു. UK-യിലെ കുടിയേറ്റ നിയമങ്ങളിൽ അടുത്ത കാലത്തായി വന്ന മാറ്റങ്ങൾ വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. 2024 ജനുവരി മുതൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് ആശ്രിതരെ കൊണ്ടുവരാൻ സാധിക്കില്ലെന്നത് പല കുടുംബങ്ങളെയും നിരാശയിലാക്കി. ഇത് നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ UK പഠനമെന്ന സ്വപ്നത്തിന് മങ്ങലേൽപ്പിച്ചു. ഗ്രാജുവേറ്റ് റൂട്ട് വിസയുടെ കാലാവധി കുറച്ചതും സ്കിൽഡ് വർക്കർ വിസ ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്നു. സ്കിൽഡ് വർക്കർ വിസ അപേക്ഷകളിൽ 10% കുറവ് വന്നതായി UK ഹോം ഓഫീസ് ഡാറ്റ കാണിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കിയ ശേഷം തൊഴിൽ കണ്ടെത്താനും UK-യിൽ സ്ഥിരതാമസമാക്കാനുമുള്ള സാധ്യതകൾ കുറയുന്നതിന് കാരണമാകുന്നു. ചില യൂണിവേഴ്സിറ്റികളും കോഴ്സുകളും വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന നിലവാരം പുലർത്തുന്നില്ല എന്ന ആരോപണങ്ങളും സജീവമായുണ്ട്. എല്ലാ കോഴ്സുകളും ഭാവിയിൽ നല്ല തൊഴിലവസരങ്ങൾ നൽകുന്നില്ല. വിദ്യാഭ്യാസ ഏജൻസികൾ നൽകുന്ന തെറ്റിദ്ധാരണ നിറഞ്ഞ വിവരങ്ങൾ കാരണം വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾക്കും ഭാവി ലക്ഷ്യങ്ങൾക്കും അനുയോജ്യമായ കോഴ്സുകളോ യൂണിവേഴ്സിറ്റികളോ തിരഞ്ഞെടുക്കാൻ കഴിയാതെ വരുന്നു. ഇന്ത്യയിലും UK-യിലും പ്ലേസ്മെന്റ് എന്ന വാക്കിന് വ്യത്യസ്ത അർത്ഥങ്ങൾ ഉള്ളതിനാൽ ഏജന്റുമാർ അറിയാതെ പോലും തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇത് വിദ്യാർത്ഥികളെ കബളിപ്പിക്കാനും തെറ്റായ പ്രതീക്ഷകൾ നൽകാനും ഇടയാക്കുന്നു.
ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനായി സർവകലാശാലകൾ റിക്രൂട്ട്മെന്റ് ഏജന്റ്മാർക്ക് വൻ കമ്മീഷനുകൾ നൽകുകയും ഇത് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. UK-യിൽ പഠിച്ചാൽ വിസ സ്വയമേവ നീട്ടുക, സ്ഥിര താമസാനുമതി നൽകുക തുടങ്ങിയ വ്യാജ വാഗ്ദാനങ്ങൾ ചില ഏജന്റുമാർ നൽകുന്നതായി റിപ്പോർട്ടുകളുണ്ട്. 2025 സമ്മർ മുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ അപേക്ഷകളിൽ റിക്രൂട്ട്മെന്റ് ഏജന്റുമാരുടെ പേരുകൾ രേഖപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള ചില നടപടികൾ ഹോം ഓഫീസ് സ്വീകരിക്കുന്നുണ്ട്. ഇത് സുതാര്യത വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം. പുതിയൊരു രാജ്യത്ത് പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നത് പല വിദ്യാർത്ഥികൾക്കും വലിയ വെല്ലുവിളിയാണ്. സാംസ്കാരികപരമായ വ്യത്യാസങ്ങൾ, കാലാവസ്ഥ, ഭാഷാപരമായ പ്രശ്നങ്ങൾ, സുഹൃത്തുക്കളും കുടുംബവും ഇല്ലാത്തതിന്റെ ഒറ്റപ്പെടൽ എന്നിവയെല്ലാം മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം. കോവിഡ് കാലഘട്ടത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ വിഷാദവും ഒറ്റപ്പെടലും വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഓൺലൈൻ ക്ലാസുകൾ മാത്രം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സർവകലാശാല ജീവിതത്തിന്റെ യഥാർത്ഥ അനുഭവം ലഭിച്ചില്ലെന്നും മാനസിക പിന്തുണ ലഭിക്കുന്നില്ലെന്നും അവർ പരാതിപ്പെട്ടിരുന്നു. വിദേശത്ത് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ വിഷാദം, ഉത്കണ്ഠ, സമ്മർദ്ദം, ആത്മഹത്യാ പ്രവണത എന്നിവ കൂടുതലാണെന്ന് ചില പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. എന്നിട്ടും സഹായം തേടുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന വളരെ സന്തോഷകരമായ വിദേശ വിദ്യാർത്ഥി ജീവിതം ഒരു മിഥ്യാധാരണയാണെന്നും യാഥാർത്ഥ്യം വളരെ കഠിനമാണെന്നും പല വിദ്യാർത്ഥികളും പറയുന്നു. ഉയർന്ന ജീവിത ചെലവ് കാരണം പാത്രം കഴുകിയും വെയർഹൌസുകളിൽ ജോലി ചെയ്തും അവർക്ക് ജീവിക്കേണ്ടി വരുന്നു. ഇത് അവരുടെ പഠനത്തെയും സാമൂഹിക ജീവിതത്തെയും സാരമായി ബാധിക്കുന്നു. പഠനം പൂർത്തിയാക്കിയ ശേഷം UK-യിൽ ഒരു നല്ല ജോലി കണ്ടെത്താൻ പല വിദ്യാർത്ഥികൾക്കും കഴിയുന്നില്ല. 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വിസയുടെ കാലാവധി കഴിയുമ്പോൾ UK-യിൽ തുടരാൻ കഴിയാതെ പലരും നാട്ടിലേക്ക് മടങ്ങുന്നു. മികച്ച ജോലി ലഭിക്കാത്തതിനാൽ വിദ്യാഭ്യാസ വായ്പ തിരിച്ചടക്കാൻ കഴിയാതെ പല കുടുംബങ്ങളും കടക്കെണിയിലാകുന്നു. ചിലർക്ക് പഠനാനന്തരം ലഭിക്കുന്ന ജോലികൾ അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ളതല്ലാത്തതിനാൽ നിരാശരാകുന്നു. 2025 മെയ് മാസത്തിൽ UK കുടിയേറ്റം ഗണ്യമായി കുറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളും തൊഴിലാളികളുമാണ് UK വിട്ടത്. കർശനമായ വിസ നിയമങ്ങളാണ് ഇതിന് പ്രധാന കാരണം. പുതിയ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ സെറ്റിൽമെന്റ് സ്റ്റാറ്റസ് ലഭിക്കാനുള്ള യോഗ്യതാ കാലയളവ് 10 വർഷമായി ഉയർത്തുകയും ഇംഗ്ലീഷ് ഭാഷാ ആവശ്യകതകൾ കർശനമാക്കുകയും ചെയ്തത് ഇന്ത്യൻ വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. UK-യിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് കേരളത്തിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വളരെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കാര്യങ്ങൾ പഠിക്കേണ്ടത് അനിവാര്യമാണ്. കേൾക്കുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കാതെ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും ജീവിത ചെലവിനെക്കുറിച്ചും വിസ നിയമങ്ങളെക്കുറിച്ചുമെല്ലാം സ്വന്തമായി ആധികാരികമായ വിവരങ്ങൾ ശേഖരിക്കണം. ഒരു കൺസൾട്ടൻസിയെ സമീപിക്കുമ്പോൾ അവരുടെ ആധികാരികതയും മുൻകാല റെക്കോർഡുകളും പരിശോധിച്ച് ഉറപ്പുവരുത്തണം. UK-യിലെ ജീവിതം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെ മനോഹരമായിരിക്കില്ല. കഠിനാധ്വാനവും ക്ഷമയും സാമ്പത്തിക ഭാരം താങ്ങാനുള്ള കഴിവുമെല്ലാം ഇതിന് ആവശ്യമാണ്. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് വിജയിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ ഉണ്ടെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മറുവശം അറിഞ്ഞുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നത് ഭാവിയിലെ പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ സഹായിക്കും. ഓരോ വിദ്യാർത്ഥിയുടെയും വ്യക്തിഗത സാഹചര്യങ്ങളും ലക്ഷ്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് മാത്രമേ UK പഠനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കാവൂ. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.